പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സാ പിഴവ് മൂലം രോഗി മരിച്ചതായി ആരോപണം. പന്തളം ചേരിക്കൽ സ്വദേശിനി ശ്യാമളയാണ് മരിച്ചത്. സംഭവം അറിഞ്ഞ സ്ഥലത്ത് ആന്റണി MP എത്തിയതോടെ ബന്ധുക്കളായ CPM പ്രവർത്തകർ എതിർവാദവുമായി രംഗത്തെത്തി. ശ്യാമളയെ ഹൃദ്രോഗം മൂലം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് 6 ദിവസം മുൻപ്. ICUവിലായിരുന്നു ശ്യാമള ആദ്യം. പിന്നീട് വാർഡിലേക്ക് മാറ്റി. ഇന്നലെ ശ്യാമളയ്ക്ക് അസ്വസ്ഥത അനുഭവപ്പെട്ടു. ഡോക്ടർമാർ വേണ്ടത്ര പരിചരണം നൽകിയില്ലെന്നാണ് ഭർത്താവിന്റെയും മകളുടെയും ആരോപണം. തീരെ വയ്യാത്ത ഒരാളെ ഡ്യൂട്ടി നഴ്സിനെ പല തവണ വിളിച്ച് ഞാൻ പറഞ്ഞു, ഇവർ ഡയഗ്നോസ് ചെയ്യാതെ, അല്ലെങ്കിൽ ഇവർക്ക് മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഉണ്ട്, ഇവർക്ക് കാര്യങ്ങളുണ്ട്, ഇവർ അതൊന്നും ചെയ്യാതെ ആ അമ്മ കുഴപ്പമില്ലെന്ന് പറഞ്ഞല്ലോ, അപ്പൊ നിങ്ങൾക്കാണോ പ്രശ്നം? നിങ്ങൾ കിടന്ന് ഉറങ്ങാൻ നോക്ക് കൊച്ചെന്ന്. ചികിത്സാ പിഴവ് തന്നെയാണ്. പലപ്പോഴായിട്ട് ഇവർക്ക് ശ്വാസം മുട്ടലും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടായി. അവരെ ബന്ധപ്പെട്ട ഡോക്ടർമാരെ അറിയിക്കുകയോ അത്തരം ഉത്തരവാദിത്തങ്ങൾ ഒന്നും നിർവഹിക്കുന്നതിന് പകരം കൊച്ചു കിടന്നുറങ്ങ്, നിങ്ങൾ കിടന്നുറങ്ങ്, രോഗമുള്ളവരൊക്കെ അങ്ങനെ. അത്യാവശ്യം ഒരു സാമാന്യ നീതി, ഒരു മനുഷ്യത്വം ഒന്നുമില്ലാത്തതിന്റെ ഫലമായിട്ടാണ് ഇന്ന് എൻ്റെ ഭാര്യ, എൻ്റെ കൊച്ചിൻ്റെ അമ്മ ഇന്നിങ്ങനെ പോകേണ്ടി വന്നു. ആന്റണി MP സംഭവം അറിഞ്ഞ് ആശുപത്രിയിലെത്തിയതോടെ CPM പ്രവർത്തകരായ ബന്ധുക്കൾ എതിർവാദവുമായി രംഗത്തെത്തി. ഇവിടെ വന്നപ്പോ അവര് ബോധപൂർവമായി ഹോസ്പിറ്റലിന് അനാസ്ഥ എന്ന് വരുത്തി തീർത്തുകൊണ്ട് അവർ ഈ കാണിച്ച നാടകം. ശ്രീമാൻ ആന്റണി ഇവിടെ വന്നെങ്കിൽ മാത്രമേ ഇവിടുന്ന് ബോഡി മാറ്റാവൂ. അത്ര ഒരു തിരക്കഥ ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങളെല്ലാം ബന്ധുക്കളാ, അവർ കോൺഗ്രസ് കുടുംബമാണ്. ശ്യാമളയുടെ ഭർത്താവിന്റെയും മകളുടെയും മൊഴി രേഖപ്പെടുത്തി. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മോർച്ചറിയിലേക്ക് മാറ്റി. അതേസമയം ചികിത്സാ പിഴവുണ്ടായിട്ടില്ലെന്നാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രി അധികൃതരുടെ വിശദീകരണം. ജനം, പത്തനംതിട്ട.